ഞാനൊരു മദ്യപാന രോഗി. ദൈവ കൃപയാലിയായുടെ സഹായത്തിന് ദിവസം മദ്യം കഴിച്ചിട്ടില്ല. എൻ്റെ പേര് മനു. ഞാൻ 9 മാസമായിട്ട് മാറി നിൽക്കുന്നു. ഞാൻ ഈ കൂടെ കണ്ട് ഇപ്പോൾ 9 മാസമായി. 9 മാസം പൂർത്തി കഴിഞ്ഞു. 10ാമത്തെ മാസം എടുക്കാൻ പോകുന്നു. പിന്നെ ഇപ്പം NB രാജേഷ് അങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞ തൊടുപുഴക്കാരനാണ്. പുള്ളി ഇട്ടൊരു ഞാൻ കേട്ടായിരുന്നു, റെക്കോർഡിങ് കേട്ടായിരുന്നു. പുള്ളി പുകവലി, ഞാൻ പുകവലിയും അതുപോലെ തന്നെ ഹാൻസും വെക്കുമായിരുന്നു. ശരിക്കും ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഗ്രൂപ്പിൽ വന്നതോടെ ഞാൻ ആ പരിപാടി വേണ്ടെന്ന് വെച്ചായിരുന്നു. അതിപ്പിന്നെ ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഗ്രൂപ്പിലുള്ളവരെ മിക്ക ആൾക്കാരും ഇത് വെക്കുന്നുണ്ട്. പക്ഷേ ഇതും നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് നിർത്തി മാന്യമായിട്ട് പോകണം. എന്നാലോ നമുക്ക് അതുകൊണ്ടൊരു കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുടി നിർത്തി കുടിയില്ല, ഒരു പരിപാടിയില്ല നടക്കുന്ന കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. അതേസമയം കുടിക്കാതെ ഈ ഗണേശ പാൻപരാഗമൊക്കെ വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ആൾക്കാർ ഗണേശ കുടിച്ചാലല്ല കുടിച്ചില്ലല്ലോ, അതിൻ്റെ ഇരട്ടി ഗണേശൻ പാൻപരാഗും ഈ സാധനം വെച്ചുകൊണ്ട് നടക്കുക. പിന്നെ എന്നാ ഇത് പോയിട്ടും വലിയ വിശേഷമൊന്നും കാണുന്നില്ലെന്നേ നാട്ടുകാർ പറയുള്ളൂ. നാട്ടുകാർ എല്ലാവരും പറയും. നമുക്കും ഉണ്ടാകുന്ന അവനവൻ്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യമാണത്. എനിക്ക് തോന്നിയായിരുന്നു, ഞാൻ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. ഇപ്പം ഞാൻ 9 മാസമായിട്ട് ഒരു പരിപാടി, ലഹരി എന്ന് പറയുന്നൊരു സാധനം ഞാൻ ഉപയോഗിക്കുകയില്ല. കടുങ്കാപ്പി പോലും ഞാൻ കുടിക്കില്ല. നേരത്തെ കടുങ്കാപ്പി 2-3 ഗ്ലാസ് കടുങ്കാപ്പി കുടിക്കുമായിരുന്നു. ഒരു ഗ്ലാസ് കടുങ്കാപ്പി പോലും കുടിക്കുകയില്ല. ചായ തിളപ്പിക്കും, ചായ കുടിക്കും. പണിക്ക് പോകുമ്പോഴും അതുപോലെയൊക്കെ ഉള്ളൂ. നമുക്ക് സുഖമായിട്ട് തോന്നും. എനിക്ക് ഈ കൂട്ടായ്മ വന്നിട്ട് ഈ 9 മാസമായിട്ട് എനിക്ക് നല്ലൊരു സ്വയബോധ ജീവിതം കിട്ടി. അതിലും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല സുഹൃത്തുക്കളെ കിട്ടി. ഇപ്പം ഗൾഫിലാണേലും ഇപ്പം അതുപോലെ തന്നെ പലയിടത്തു നിന്നും പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വിളിക്കുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, ഭയങ്കര സന്തോഷകരമായിട്ട് പോകുന്നു. അതിൽ കൂടുതലൊരു സന്തോഷം എനിക്ക് ഒരിക്കലും കിട്ടുമെന്ന് ഓർത്തതല്ല. ഇങ്ങനെ ഭയങ്കര സന്തോഷവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം ഇവിടെ ഒരു കൂട്ടുകാരോ കാര്യങ്ങളോ ആരുമില്ല. ഇപ്പം എല്ലാവരെയും വിളിക്കും, എടുക്കും, സഹകരിക്കും. അതുകൊണ്ടൊക്കെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്നു. സുഖമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ നല്ല സന്തോഷവാനായിട്ട് ജീവിക്കുന്നു. ഇതൊക്കെയാണ് ഏറ്റവും മനുഷ്യന് വേണ്ടതും. അതെല്ലാം കിട്ടുകയും ചെയ്തു. ഇനി ഈ കൂട്ടായ്മ തന്നെ തുടർന്ന് ഞാൻ പോകും. എനിക്ക് ഒരു ദിവസമേ ഉള്ളൂ മീറ്റിങ്ങിന് പങ്കെടുക്കുന്നത്. അത് പുളിയമലയിലാണ് പോകുന്നത്. ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയും പോവും. എല്ലാ ഞായറാഴ്ചയും പോകുന്നു. ചിലപ്പോൾ സാഹചര്യം കൊണ്ട് ഓരോ ഞായറാഴ്ചയൊക്കെ വിട്ടു പോകും. എന്നാലും ഇടയ്ക്കൊക്കെ കിട്ടുന്ന ഞായറാഴ്ചകളിൽ സമയം കിട്ടുമ്പോഴെല്ലാം പോവും. എന്നാൽ പോലും എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ യിലുള്ള മെമ്പർമാരെ ആരെയും എല്ലാവരെയും വിളിക്കും. മിക്ക നമ്പറുകളിൽ എല്ലാവരെയും വിളിക്കും, അവരുമായിട്ട് സംസാരിക്കും. അവരുടെ അനുഭവങ്ങൾ എന്നോട് പറയും, എൻ്റെ അനുഭവങ്ങൾ അവരോട് പറയും. അത് തന്നെ ഭയങ്കര സന്തോഷകരമായിട്ട് പോകുന്നു. അതുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞ പോലെ എന്നാന്ന് വെച്ചാൽ സിഗരറ്റ് വലിക്കുന്നവർ സിഗരറ്റ് വലി നിർത്തണം, ഗണേശ വെക്കുന്നവർ ഗണേശ നിർത്തണം, മുറുക്കുന്നവർ മുറുക്ക് നിർത്തണം. അല്ല, ലഹരി എന്ന് പറയുന്ന സാധനം നമുക്ക് വേണ്ട. അത് ഒഴിവാക്കിയതാണ്. പിന്നെ എന്തിനാ ഇത് ചെയ്യുന്നത്? ചേട്ടുകാരില്ല. ലഹരി മുക്തമായിട്ട് നമ്മൾ ജീവിച്ച് മാതൃകയാകുക. അതാണ് എല്ലാവർക്കും സന്തോഷം. അങ്ങനെ തന്നെ എല്ലാവരും മാറട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ചേട്ടാ, വെരി മച്ച്. ഓക്കെ.